ഇത് ഞാൻ ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് ചേട്ടൻ്റെ സ്റ്റാറ്റസും കണ്ടായിരുന്നു. നമ്മളും ടിപ്പറുകാരെ കുറിച്ചിട്ടാണ്. പുള്ളി ടിപ്പർ ഓണറാണ്, ഡ്രൈവറുമാണ്. നമ്മളും മനുഷ്യരാണ്, നമുക്കും ജീവിക്കണം എന്നുള്ളൊരു സംഭവത്തിൽ ഇപ്പൊ എല്ലാവരും ഈ ടിപ്പർ കാണുമ്പോഴത്തേക്ക് ടിപ്പറിനെ എന്തോ ഒരു വേറൊരു രീതിയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ ടിപ്പറിന് നമ്മള് ഇപ്പൊ ഒരു ഭാഗം മാത്രം നമ്മൾ ചിന്തിച്ച് അതിന്റെ സൊല്യൂഷൻ മാത്രം കണ്ടെത്തിയിട്ട് കാര്യമില്ല. എല്ലാ രീതിയിലും നമ്മൾ നോക്കണം. ഇപ്പൊ കൊട്ടാരക്കരയിലെ സംഭവം തന്നെ അറിയാലോ. അതിനുശേഷം ഈ കണ്ട RTOമാരുടെയും എല്ലാവരുടെയും മണ്ടയിൽ എല്ലാ യൂട്യൂബേഴ്സുമാരും എല്ലാവരും കുതിര കയറിക്കൊണ്ടിരിക്കുകയാണ്. അവർ നോക്കുന്നില്ല, അവരങ്ങനെ ചെയ്യുന്നില്ല, ഇങ്ങനെ ചെയ്യുന്നില്ല. അവരുടെ പ്രഷർ അറിയാമോ ആർക്കെങ്കിലും? ഈ പോലീസായിരുന്നാലും വെഹിക്കിളുമാരായിരുന്നാലും അവരുടെ ബുദ്ധിമുട്ട് ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? അവരാരെയൊക്കെ മുമ്പിലാണ് പോയി കിടന്ന് കൈകൂപ്പി സംസാരിക്കുന്നത്. അവരെ ജോലിയുടെ ഭാഗമാണ്. പിന്നെ ഇതിൽ പറയുന്നുണ്ട് എല്ലാവരും പൈസ മേടിച്ചിട്ടാണ് എല്ലാം ചെയ്തു കൊടുക്കുന്നതെന്ന് പറയുന്നുണ്ട്. വെഹിക്കിളുമാരും വണ്ടി ടെസ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പണ്ട്. ഇപ്പൊ ഇല്ല. ഇപ്പൊ അതൊന്നും നടക്കൂല. ഇപ്പൊ ഒരു വെഹിക്കിളുമാരായിരുന്നാലും ആർക്കും ഇപ്പൊ അങ്ങനെയൊന്നും പൈസ മേടിച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ നമ്മുടെ ഒരു സൊസൈറ്റി അങ്ങനെ ആ ഒരു രീതിയിലാണ്. കാര്യം ആർക്ക് വേണോ ഒരു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്താൽ ജോലി പോണ കേസാണ്. ആരെങ്കിലും ആ രീതിയിൽ ചെയ്യൂ? സ്വന്തം ചോറിൽ ആരെങ്കിലും മണ്ണുവാരി ഇടൂ? ഇടത്തില്ല. അവര് ഒരുവിധം നിലനിന്ന് പോകാനേ നോക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഉദ്യോഗസ്ഥന്മാരുടെയോ പോലീസിനെയോ ആരെയും നമ്മൾ കുറ്റം പറയാൻ ഞാൻ ഇതല്ല. അത്രേ ഉള്ളൂ.